ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് അയന എന്നെല്ലാവരുടെയും വിശേഷം. അപ്പോൾ അതേ കാലത്ത് തന്നെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഹെയർ വാഷ് ചെയ്തിട്ടില്ല. ഞാൻ വീക്കിലി 3 to 4 ടൈംസ് ഒക്കെ ഹെയർ വാഷ് ചെയ്യലുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫേസൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും കേട്ടോ. കാലത്ത് തന്നെ മിററിൽ വന്നിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യും. എനിക്കിഷ്ടമുള്ളൊരു സ്പോട്ടാണ്. മിക്കവാറും ദിവസം ഞാൻ എൻ്റെ ഫേസിലെ കാര്യങ്ങളും പിഗ്മെൻറ്റേഷൻ ഉണ്ടോ, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടോ, ടാൻ അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. നിങ്ങളങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്യണം കേട്ടോ. അതാണ് സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെ പറയണത്. നമ്മൾ നമ്മുടെ ഫേസ് നോക്കുക, ഫേസിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇടയ്ക്കൊക്കെ ഒരു സ്കിൻ കെയർ ചെയ്യുക. എപ്പോഴും ഈ അടുക്കളയിൽ പണിയെടുത്തും അല്ലെങ്കിൽ പുറത്ത് പോയി പണിയെടുത്തും നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യാണ്ട് ഇങ്ങനെ വിട്ടേക്കരുത് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ സ്കിന്നിനെയും അതുപോലെ നമ്മുടെ ബോഡിയും ഒക്കെ കെയർ ചെയ്യാനായിട്ട് നോക്കണം. അത് ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഇതിൽ ചിലതൊക്കെ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അലോവേര ജെല്ലൊക്കെ മുന്നേ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ലതാണ്. നമുക്കൊരു എന്താ പറയുക, മേക്കപ്പൊക്കെ ചെയ്യുമ്പോഴും പ്രൈമറി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അലോവേര ജെൽ എന്ന് പറഞ്ഞാൽ. നാച്ചുറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് അതിനുശേഷം ഇത് പോൺസിൻ്റെ ഏറ്റവും ചെറിയ പാക്കേജിങ് ആണ് കേട്ടോ. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നിങ്ങൾ തന്നെ റിച്ചായിട്ട് കണക്കാക്കരുത് കേട്ടോ. ഞാൻ സ്ഥിരം ചെയ്യണ ഏർപ്പാട്, നമ്മൾ പുതിയ പ്രൊഡക്റ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അലുമിനിയം ഫോയിൽ ഉണ്ടാകും. അതുമ്പോൾ നിറച്ചിങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും കേട്ടോ. ആ പ്രൊഡക്റ്റാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുക. അതിന് ശേഷമേ അത് ഡപ്പയുടെ ഉള്ളിലേക്ക് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കുറേ പ്രൊഡക്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതൊന്നല്ല കേട്ടോ. ഇത് മുന്നും ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ വലിയ പാക്കേജിങ്ങൊക്കെ. ഇത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഏറ്റവും മിനി ആയിട്ടുള്ള വേർഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ മിനി വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വെളിയിലോട്ടൊക്കെ പോയാൽ മതിയല്ലോ. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് എൻ്റെ മൈൻഡിലുണ്ട്, അത് വാങ്ങിക്കാനായിട്ട്. അതുകൊണ്ട് കുഞ്ഞിതാണ്, മിനിയാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ അതിശയിച്ച് പോയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിതൊക്കെ ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം ഓഫ്ലൈൻ അവൈലബിൾ ആണ്, ഓൺലൈനും കിട്ടും. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുക. പക്ഷേ ഞാൻ പറയണ ഒരു കാര്യം, ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിക്കണം കേട്ടോ. ഞാൻ റേറ്റ് കമ്പയർ ചെയ്തപ്പോൾ ഓഫ്ലൈനിൽ ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി, എനിക്ക് കുറ്റബോധം തോന്നി. കാരണം ഞാനൊരു പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൺസ്ക്രീൻ മാമാ എർത്തിൻ്റെ ഇതിനൊക്കെ ഉണ്ടല്ലോ ഓൺലൈൻ ഭയങ്കര റേറ്റ് കുറവാണെന്ന്. ഞാൻ ഓഫ്ലൈൻ പോയിട്ട് ഇരട്ടി കാശ് കൊടുത്ത് വാങ്ങിയ പോലെയായി. പ്രത്യേകിച്ച് പോൺസിൻ്റെ ഒരു ബോഡി ലോഷൻ ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. ഭയങ്കര സ്മെല്ലാണ്. ഞാൻ ആദ്യമായിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണില്ലേ, മനം മയക്കുന്ന സുഗന്ധം എന്നൊക്കെ, അതുപോലെയാണ് ഇതിൻ്റെ സ്മെല്ല്. ഞാൻ ഇത്ര നാളായിട്ട് എന്താ ട്രൈ ചെയ്ത് നോക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടാ. നിങ്ങളിത് എന്തായാലും വാങ്ങി നോക്കുക. നല്ലൊരു മോയ്സ്ചറൈസിങ് ലോഷൻ നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ നോക്കുക. റേറ്റ് നന്നായിട്ട് നല്ല കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഓഫ്ലൈനായിട്ട് ഞാൻ വാങ്ങിയത് 100-150 രൂപ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, വാങ്ങിപ്പോയില്ലേ. ഞാൻ ഡെലിവറി ടൈം കുറേ കണ്ടപ്പോൾ, അതായത് ഒരു 1 വീക്കിൻ്റെ അടുത്തൊക്കെ ഡെലിവറി ടൈം എടുക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ വേഗം പോയിട്ട് ഓഫ്ലൈൻ വാങ്ങിയത്. പക്ഷേ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് മറന്നു പോയിട്ടാണ്. വാങ്ങിയതിന് ശേഷമാണ് ഞാനത് ചെയ്ത് നോക്കണത്, പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കണത്. പിന്നെ ഹിമാലയയുടെ ലിപ് ബാം ഇട്ട് കൊടുത്തു. ഈ ഒരു അണ്ടർ ഐ ക്രീം ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലതാണ്. എനിക്ക് ഫൈൻ ലൈൻസൊക്കെ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ വിസിബിളായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു, നമ്മുടെ സ്കിൻ കെയർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോൾ വീഡിയോ കാണാം കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ക്രാഫ്റ്റും ആർട്ടും ഐറ്റംസാണ്. ഫെജിന്ന്, നമ്മുടെ തൃശ്ശൂരത്തെ ഫെജിന്ന് വാങ്ങിയതാട്ടോ. ഫെജിയുടെ കുറച്ച് സാധനങ്ങൾ ഫെജി ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഒരു കവറിൽ എന്താ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ ആദ്യം ഞാൻ കാണിക്കുന്നത്, ഇതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഈ ഒരു പൂവ് ഭയങ്കര വിലയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ഹോം ഡെക്കറും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. പിന്നെ ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഞാൻ ഈ വാങ്ങിയിട്ടുള്ളത്. പിടിക്കടാ. ഇത് രണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാണ്, നല്ല രീതിയിലാണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഫ്ലവറാണ്, ഈ വൈറ്റ്. കണ്ടോ, സൂപ്പർ ആയിട്ടില്ലേ, മണമൊന്നുമില്ലേ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. ഈ ഒരു കവർ ക്രാഫ്റ്റ് ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമിക്ക് നമുക്ക് ഓരോ എന്താ പറയാ DIY ഒക്കെ ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറയും. ഓരോ ആർട്ട് കാര്യങ്ങൾ DIY ഒക്കെ ചെയ്യാനായിട്ട് കളർ പേപ്പറുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനുള്ള കളർ പേപ്പേഴ്സ് ഇല്ലേ, അത് ഫെജിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ട്.
പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു റാപ്പിംഗ് പേപ്പറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലാവെൻഡർ ഷെയ്ഡിൽ വരുന്നൊരു റാപ്പിംഗ് ഷീറ്റ് ഞാൻ വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ റാപ്പ് ചെയ്യാന്ന് കരുതിയിട്ടാണ്. മെയിൻലി ബുക്കും കാര്യങ്ങളൊക്കെ റാപ്പ് ചെയ്ത് നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ 2 സ്റ്റാൻഡുകളാണ്. നല്ല രസമില്ല, അതിങ്ങനെ വെക്കണ സ്റ്റാൻഡാണ് കേട്ടോ. അത്രയ്ക്കാണ് ഭംഗിയുണ്ട്. ഈ 2 സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആർട്ട് ഐറ്റംസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അക്രിലിക് സ്പ്രേ പെയിന്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് പേപ്പർ കട്ടർ ആണ് കേട്ടോ. പേപ്പർ കട്ടർ സ്കെയില് പോലെ നമുക്ക് ഇങ്ങനെ ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. പേപ്പർ കട്ട് ചെയ്യാൻ പറ്റും. കൈ മുറിയണ്ട. പിന്നെ നമ്മള് ഒരു ബോക്സ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇല്ലേ, അതായത് നല്ല പേസ്റ്റൽ ഷെയ്ഡുകൾ ആണ് വാങ്ങിയിട്ടുള്ളത്. കണ്ടോ, കുറെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അക്രിലിക് പെയിന്റിന്റെ പെയിന്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പേസ്റ്റൽ ഷെയ്ഡ്സിൽ നമുക്ക് സാധാ കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ ഈ അക്രിലിക് ആയിട്ടുള്ള ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നില്ല, അപ്പൊ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അന്ന് ബാക്കിൽ വെച്ചിട്ട് കുട്ടിക്കാൻ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കുറച്ച് ബ്രഷസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സാറ്റിന്റെ റോളുകളില്ലേ, റിബൺ റോളുകൾ, അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് പല ഷേപ്സ്. പിന്നെ അതായത് ഇങ്ങനത്തെ ലേസ് ആണ് കേട്ടത്, അത് വാങ്ങിയിട്ടുണ്ട്. സാറ്റിന്റെ റോളുകൾ നല്ല രസമില്ലേ കാണാൻ, പല ഷേപ്സ്. അപ്പൊ അത് പിന്നെ 2 ഫെയറി ലൈറ്റ് വാങ്ങിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റീവ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാന്ന് കരുതിയത്. ഞാൻ തുറന്നു കാണിച്ചു തരാട്ടെ എങ്ങനെ ലൈറ്റ് ചെയ്യണമെങ്കിൽ. പിടിക്കട്ടാ, അഴിക്കരുത് കേട്ടാ. ഇതാണ് ആ ഫെയറി ലൈറ്റ്. നല്ല മഞ്ഞത് ഇതും കൂടി ഞാൻ പിടിച്ച് കാണിച്ചത്. സൂപ്പർ. പിന്നെ ഇതിനകത്ത് കുറച്ച് ലേസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ഈ ആമയുടെ ഉള്ളിലും ഒക്കെ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ ലേസുകളൊക്കെ ഇല്ലേ, ഭംഗിയുള്ള ലേസുകൾ, അത് ഞാൻ കുറച്ച് ഇതിനകത്ത് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, പല ഷേപ്സുകളൊക്കെ. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ഭയങ്കര വലിയൊരു കെട്ട് റോപ്പാണ് കേട്ടോ. ഇത് കിലോനാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു പഞ്ചറാണ് കേട്ടോ. സിംഗിൾ പഞ്ച് ചെയ്യില്ലേ, സിംഗിൾ പഞ്ച് മെഷീനാണ്. അപ്പൊ അതും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. സിംഗിൾ പഞ്ച് ചെയ്യണ മെഷീനാണ്. കൈവിടെ കേട്ടോ. 10 ഐറ്റംസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്. ഇനിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെയ്ക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.